നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണി അതിൻ്റെ സർവ്വകാല റെക്കോർഡിലാണ് വെള്ളിയാഴ്ച എത്തിയത്. സെൻസെക്സും നിഫ്റ്റിയും പുതിയ ഉയരത്തിലേക്ക് എത്തി. വിപണിയിലെ സംബന്ധിച്ചോളം നിക്ഷേപകർക്കും വലിയ നേട്ടമുണ്ടായി. കൂടുതൽ നിക്ഷേപകർ ഒരുപക്ഷെ വിപണിയിലേക്ക് വരുവാനും ഇത് അവസരമൊരുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എഡ്യൂക്കേഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രൻ പതുപോലെ മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നു. ഭുവനേന്ദ്രൻ, വിപണി പുതിയ ഉയരത്തിലാണ്. നിരവധി പേർ വലിയ നേട്ടമുണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എല്ലാവരും പ്രധാനമായും ചോദിക്കുന്നത് എവിടെ വരെ പോകും, ഇനി എങ്ങോട്ടാണ്? ഓക്കെ, ഇത് പ്രധാനമായിട്ടും ഒരു FI ഡ്രിവൺ മാർക്കറ്റായിരുന്നു. വളരെ ഷാർപ്പ്. ഫ്രൈഡേ നമ്മൾ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വളരെ കുറവായിരുന്നു. വളരെ നാരോ റേഞ്ച് മൂവ്മെൻ്റ് ആയിരുന്നു. ഫ്രൈഡേ ആണ് മാർക്കറ്റിൽ വീണ്ടും ഒരു ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു റിക്കവറി വന്നു. അതിൽ പ്രധാനമായിട്ടും ബാങ്കിങ് സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതിൽ കോട്ടക് മഹീന്ദ്ര ബാങ്കും ING മെർജർ, അത് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അത് കോട്ടക് മഹീന്ദ്രയെ സംബന്ധിച്ച് അവരുടെ പ്രസൻസ് കൂടാനും മാർക്കറ്റ് ക്യാപ്പ് കൂടാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അത് ബാങ്കിങ് സെക്ടർ ഓവറോൾ ഒരു പോസിറ്റീവ് തന്നെയാണ്. അത് ചെറിയ രീതിയിലെങ്കിലും മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തു. അതുപോലെ FIs ഫ്രൈഡേ വീണ്ടും മാർക്കറ്റിൽ വളരെ ആക്റ്റീവായി. എന്തായാലും മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈയിൽ മൂവ് ചെയ്യാണ്. മാർക്കറ്റിൽ റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിൽ റിസ്ക് നിലനിൽക്കുന്നു. വളരെ ഷാർപ്പായിട്ടുള്ള റാലി മാർക്കറ്റിൽ സംഭവിച്ചു. അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ 8500 എന്ന് പറയുന്ന ഇപ്പം മാർക്കറ്റ് വാച്ച് ആണെങ്കിലും നമ്മൾ ഒരു 2 months ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടാർഗറ്റിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. ഇവിടുന്ന് കറക്ഷൻ നിർബന്ധമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും ഒരു കറക്ഷൻ ഡ്യൂ ആണ്. കാരണം റിസൾട്ട് സീസൺ കഴിഞ്ഞു. ഇനി തീർച്ചയായിട്ടും RBIയിൽ തന്നെയാണ് മാർക്കറ്റിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. ആ റേറ്റ് കട്ട് സംഭവിച്ചില്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു കറണ്ട് ലെവലിൽ നിന്ന് ചെറിയ രീതിയിലെങ്കിലും ഒരു കറക്ഷനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു ക്യാപിറ്റൽ ഫുള്ളി അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴും. അതുകൊണ്ട് തന്നെ എനിക്കൊന്നൊരു 30-40% എക്സ്പോഷർ, ഒരു റിസർവ് തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രധാന റീസൺ, എന്ത് തന്നെയാണെങ്കിലും മാർക്കറ്റ് 8500 ലെവലിലെത്തി. പല സ്റ്റോക്കുകളും ഒരു ഹയർ വാല്യുവേഷനിലേക്ക് മൂവ് ചെയ്തു. എന്നാൽ ഇപ്പോഴും മെറ്റൽ സെക്ടർ ഈ ഒരു റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ റിലയൻസ്, ONGC പോലെയുള്ള സ്റ്റോക്കിലേക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപരെ സംബന്ധിച്ച് എനിക്കൊന്ന് ടാറ്റ സ്റ്റീൽ, മെറ്റൽ സെക്ടർ കോൾ അലോക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് കൊണ്ടാണ് ഇപ്പോഴും റാലിയിൽ വരാത്തത്. അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ്, ക്രൂഡ് ഓയിൽ താഴെ നിൽക്കുന്നു. ONGC, റിലയൻസ് പോലെയുള്ള സ്റ്റോക്കിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇപ്പോഴും മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേസമയത്ത് വലിയ റൈഡ് സംഭവിച്ച മിഡ് ക്യാപ്പിലൊക്കെയുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. കാരണം ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ സ്റ്റോക്കിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻസ് ചിലപ്പോൾ സംഭവിക്കുക. അപ്പോൾ അവിടെ ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെയാണ് നല്ലത്. ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഇപ്പോൾ പുതിയ ഇൻവെസ്റ്റേഴ്സ്, അഭിലാഷ് കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ, കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഈ മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈ എത്തുമ്പോൾ വരും. അവിടെ ഒരു റിസ്ക് നിലനിൽക്കുന്നു. അപ്പോൾ അവിടെ സ്റ്റോക്കിൻ്റെ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ടമെൻ്റൽസ് നോക്കി, വാല്യുവേഷൻ നോക്കി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. വളരെ പ്രധാനപ്പെട്ട ഒരു ബാങ്കിങ് ലൈനുമാണ് സംഭവിച്ചത് കോട്ടക് മഹീന്ദ്രയും ING തമ്മിൽ. ഈ രണ്ട് സ്റ്റോക്കുകളുടെയും വലിയ തോതിലേക്ക് മുന്നേറ്റം നമ്മൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിപണി കണ്ടതുമാണ്. ഈ സ്റ്റോക്കുകൾ ഇനിയിപ്പോൾ കോട്ടക് മഹീന്ദ്ര താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, തീർച്ചയായിട്ടും കോട്ടക് മഹീന്ദ്ര സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയാണ്. കാരണം പൊതുവേ എപ്പോഴും നമ്മൾ മാർക്കറ്റ് വാച്ചിൽ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റലി ഈ സ്റ്റോക്ക് വളരെ ശക്തമാണ്, വളരെ ക്ലാരിറ്റിയുള്ള മാനേജ്മെൻ്റ് ആണ്. അതുതന്നെയാണ് ഈ ഒരു ടേക്ക് ഓവർ പോലും. അത് മാർക്കറ്റ് ക്യാപ്പ് കൂടുന്നു, കമ്പനി ബാങ്കിൻ്റെ പ്രസൻസ് കൂടുന്നു. പിന്നെ ഇന്ത്യയിൽ ബാങ്കിങ്ങിന് വളരെയധികം സ്കോപ്പുണ്ട്, വളരെ നല്ല മാനേജ്മെൻറ്റാണ്. അതുകൊണ്ട് കോട്ടക് മഹീന്ദ്ര ഒരു ബെറ്റ് തന്നെയാണ്. അതിലുപരി ഇപ്പോഴത്തെ വാല്യുവേഷൻ, 2 ദിവസത്തെ റാലി സംഭവിച്ചു, അതിനെ ചേസ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. എനിക്കൊന്ന് ഓരോ ഡിപ്പും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ സ്റ്റോക്ക് കൊണ്ടുവരുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാങ്കിങ് സ്റ്റോക്സ് പൊതുവെ, പ്രത്യേകിച്ചും കേരള ബേസ്ഡായ ബാങ്ക് സ്റ്റോക്കുകൾ, ഫെഡറൽ ബാങ്ക് അടക്കം. അല്ല, ഫെഡറൽ ബാങ്ക് ഈ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അഭിലാഷിൻ്റെ ക്വസ്റ്റ്യൻ കറക്റ്റാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച് ജോസഫ് സാർ പോയതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഇൻവെസ്റ്റേഴ്സും ഓപ്പറേറ്റേഴ്സും ഒക്കെ ആ സ്റ്റോക്കിൽ വളരെ കീനായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ മാനേജ്മെൻറ്റ്. അതല്ലെങ്കിൽ ഇപ്പോൾ ആ സ്റ്റോക്ക് വലിയൊരു റൈഡ് സംഭവിക്കേണ്ട സ്റ്റോക്കായിരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെ. ഫെഡറൽ ബാങ്ക് ഇപ്പോഴും റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. 141 വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ്. ഇപ്പോൾ 150ലേക്ക് മൂവ് ചെയ്തു. ഇനിയും വളരെയധികം സ്പേസ് സ്റ്റോക്കിന് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ രണ്ട് സ്റ്റോക്കും സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയാണ്. കോട്ടക് മഹീന്ദ്രയിൽ കുറച്ചുകൂടി ഒരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓവറോൾ ഈവൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്താലും കാനറ ബാങ്ക് എടുത്താലൊക്കെ തന്നെ ഒരു ബൈ തന്നെയാണ്. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഫുള്ളി ഇൻവെസ്റ്റഡ് ആകരുത്. ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ പെട്ടെന്നൊരു റാലി സംഭവിച്ചു. കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് ഈ സ്റ്റോക്കിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള റാലി സംഭവിച്ചു. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ റിസൾട്ടിന് ശേഷം, കാരണം വളരെയധികം എനിക്ക് തോന്നുന്നു ഒരു വർഷമായിട്ട് NPA ബേർഡൻ, അതിൽ റിസൾട്ട് മോശമായിരുന്നു.
അപ്പോൾ അതിനുശേഷം ഈ ലാസ്റ്റ് ക്വാർട്ടർ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. ആ റിസൾട്ട് തന്നെയാണ് ആ സ്റ്റോക്കിന് വളരെ ഷാർപ്പായിട്ടുള്ള മൂവിന് കാരണമായത്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കാനറ ബാങ്കും തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണെങ്കിലും പബ്ലിക് സെക്ടർ ബാങ്ക് ആണെങ്കിലും എല്ലാം തന്നെ ഒരു ബൈ ഇനീഷ്യേറ്റീവ് ആണെങ്കിൽ സ്പ്ലിറ്റിന് ശേഷം ചെറുകിട നിക്ഷേപം കൂടി കുറച്ചുകൂടെ പ്രാപ്യമായ രീതിയിലേക്ക് എത്തി വന്നു. അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് നല്ല വാല്യുവേഷനിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ പല സ്റ്റോക്കും ഇപ്പോഴും അവൈലബിൾ ആണ്. പക്ഷേ എന്ത് വാല്യുവേഷൻ ആണെങ്കിലും മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈയിൽ മൂവ് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് അവിടെ നിലനിൽക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് 10 days ആയിട്ട് FISന്റെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരുന്നു. അതാണ് മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ട് മൂവ് വരാത്തത്. വീണ്ടും FISന്റെ പാർട്ടിസിപ്പേഷൻ കൂടി ഇന്ത്യ ടോട്ടലി FISനിടയിൽ ഇന്ത്യ ഒരു അട്രാക്റ്റീവ് മാർക്കറ്റായി മാറിയിരിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ വളരെ എഫക്റ്റീവായിട്ട് ഒരു മെജോറിറ്റിയുള്ള ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഫണ്ട് ഇന്ത്യയിലേക്ക് വരാൻ തന്നെ സാധ്യത, അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിന് വളരെയധികം സ്കോപ്പ് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വാല്യൂഷൻ കുറച്ചൊരു ഹയർ വാല്യൂലാണ്. എസ്പെഷ്യലി മിഡ് ക്യാപ്പിലൊക്കെ തന്നെ വലിയ റാലി സംഭവിച്ച സ്റ്റോക്കിൽ ഈ വീണ്ടും ഒരു റാലിക്ക് വേണ്ടി റിസ്ക് എടുക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കത്തുകളിലേക്ക് മടങ്ങി വരാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. നിരവധി കത്തുകൾ ഈ ലക്കവും ലഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കത്തുകൾ പരിശോധിക്കാം. സ്വാമി പ്രസാദിൻ്റെ ഇമെയിലാണ് ഏറ്റവും ആദ്യം. അദ്ദേഹം ചില സ്റ്റോക്കുകൾ പറയുന്നു. ഇതിൻ്റെ ഒരു 10 year സാധ്യതകൾ കൂടിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അബൌട്ട് ഇന്ത്യ, AVT നാച്ചുറൽ, ക്യാപിറ്റൽ ഫസ്റ്റ് തുടങ്ങിയ സ്റ്റോക്കുകളാണത്. ഇതിൻ്റെ ഒരു 10 year എന്ന് പറയുന്ന ടൈം ഫ്രെയിം അഭിലാഷ് എനിക്ക് തോന്നുന്നു നല്ലൊരു ടൈം ഫ്രെയിം ആണെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു മിനിസ്ട്രി അതിൻ്റെ റിസൾട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിനെ സംബന്ധിച്ച് അടുത്തൊരു 10 years എനിക്ക് വളരെ ഫ്യൂച്ചർ വളരെ സേഫ് ആണെന്നാണ് തോന്നുന്നത്. ഇതിൽ അബൌട്ട് ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ലാസ്റ്റ് റിസൾട്ട് അതുപോലെ സീറോ ഡെറ്റ് കമ്പനിയാണ്. ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനി, അതുപോലെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. വാല്യുവേഷൻ മാത്രം കുറച്ചൊരു ഹയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഫാർമ സെക്ടറും അതുപോലെ തന്നെ IT സെക്ടർ റുപ്പി കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത അത് തീർച്ചയായിട്ടും ITയെ സംബന്ധിച്ച് ഫാർമയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇപ്പോൾ ഫോർ ടൈം ബീയിങ് IT ഫാർമ കുറച്ച് പോസിറ്റീവ് തന്നെയാണ്. അതിൽ അബൌട്ട് ലാബ് ഫണ്ടമെൻ്റലി ഞാൻ പറഞ്ഞല്ലോ വളരെ സൗണ്ടാണ്. പക്ഷേ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ്. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുന്നവർ ഇമ്മീഡിയറ്റ് ഈ സ്റ്റോക്ക് ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 3200 ഒരു സേഫ് ആയ എൻട്രി ലെവലാണ്. ദെൻ 3040 ഈ രണ്ട് ലെവൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 3640 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ AVT നാച്ചുറൽസ് ആണ്. ഫണ്ടമെൻ്റൽസ് സൗണ്ടാണ്. പക്ഷേ ലാസ്റ്റ് റിസൾട്ടിൽ കുറേ ഒരു ഡിപ്പ് സംഭവിച്ചിരുന്നു. അതുപോലെ ഈ ഒരു ബിസിനസ്സിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് വരുന്നൊരു ബിസിനസ്സാണ്. ഒരു ലോങ് ടൈം വ്യൂവിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 36 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. ദെൻ 32 രണ്ട് ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്വൈസബിൾ ആണ്. 50 ആണ് സ്റ്റോക്കിനെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ആ ഒരു ലെവൽ വേണമെങ്കിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സെല്ലിംഗ് അഡ്വൈസബിൾ ആണ്. സൗണ്ട് ഫണ്ടമെൻ്റലാണ്. പക്ഷേ ഈ ബിസിനസ്സിൽ ചില ഫ്ലക്ച്വേഷൻസ് ഉള്ളതാണ് ഇതിനൊരു ചെറിയ ത്രെട്ട് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ദെൻ ക്യാപിറ്റൽ ഫസ്റ്റ് ഒരു നോർമൽ ഫൈനാൻസ് കമ്പനി, ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ഫൈനാൻസ് സെക്ടറിലൊക്കെ തന്നെ ഒരു അപ്പ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. 700 630 രണ്ട് ലെവൽ വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്വൈസബിൾ ആണ്. 940 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഫണ്ടമെൻ്റലി സൗണ്ടാണ്. 721 690 അഗൈൻ വരികയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആയിട്ടുള്ളൊരു വാല്യൂ ബൈയിങ് ഏരിയ തന്നെയാണ്. ബിലോ 700 790 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ JB കെമിക്കൽസ് ആണ്. ഫണ്ടമെൻ്റലി സൗണ്ടാണ്. 200 ആൻഡ് 184 ഉണ്ട് സപ്പോർട്ട് ലെവലാണ്. 240 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹം വളരെയധികം സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നു. L&T ഫൈനാൻസ് ബാങ്കിങ് ലൈസൻസ് ലഭിച്ചിട്ടില്ല. അത് തന്നെയാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഈ ഒരു ലെവൽ മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് 75 വരെ മൂവ് ചെയ്തിരുന്നു. വീണ്ടും ആ സ്റ്റോക്ക് കറക്ഷൻ സംഭവിച്ചു. 69 and 64 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ എഗൈൻ ആ ഒരു ലെവലിലേക്ക് മൂവ് ചെയ്യാം. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് നല്ലതാണ്. 82 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് ആണ്. ലാസ്റ്റ് റിസൾട്ട് ബെറ്റർ ആയിരുന്നു. അതൊരു അസറ്റ് സെല്ലിംഗ് ത്രൂ വന്നതാണ്. ഫണ്ടമെൻ്റ് വാല്യുവേഷൻ കുറച്ച് ഹയർ വാല്യൂ ആണ്. എനിക്കൊന്ന് കുറച്ചുകൂടി മറ്റ് സെക്ടറിലേക്ക് അല്ലെങ്കിൽ മറ്റ് സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. 900 860 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 1020 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. കാരണം അതർ ഇൻകം വളരെയധികം ലാസ്റ്റ് റിസൾട്ടിൽ കൂടി വന്നു. അതൊരു നെഗറ്റീവ് തന്നെയാണ്. ദെൻ മാരിക്കോ കായ അത് മെർജറിന് ശേഷം ബ്യൂട്ടി ക്ലിനിക്ക് പ്രധാനമായിട്ടും ഇവരുടെ ഫോക്കസ് അതിൽ തന്നെയാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. വളരെ ക്യാഷ് റിസർവ് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പും ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 740 ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ടാണ്. ആ ഒരു ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 1040 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്.
ദെൻ റാലീസ് ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. 217 ഈ സ്റ്റോക്ക് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാവുന്ന ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. 217 ആൻഡ് 200 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 252 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ശ്രേയാസ് ഇൻഡസ്ട്രീസ് ആണ്. പേപ്പർ ആൻഡ് പ്രിന്റിംഗ് സെക്ടറിലാണ് സ്റ്റോക്ക് കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. ഫണ്ടമെന്റലി അത്രത്തോളം സൗണ്ട് അല്ല. അതിൽ റിസ്ക് ഈ സ്റ്റോക്കിൽ നിലനിൽക്കില്ല. 30 ആൻഡ് 24 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 45 ലെവൽ വരെ സ്റ്റോക്ക് ചിലപ്പോൾ ഈ ഒരു മൂവ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 45 ലെവൽ വരെ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ചില സ്റ്റോക്കുകൾ JB കെമിക്കൽ, അതുപോലെ ചില സ്റ്റോക്കുകൾ ശ്രേയാസ് ഇൻഡസ്ട്രി, ഇങ്ങനെയുള്ള ചില സ്റ്റോക്കുകൾ അവോയ്ഡ് ചെയ്യുക. ബാക്കി അബൌട്ട് AVT, ക്യാപിറ്റൽ ഫസ്റ്റ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ ഫണ്ടമെന്റലി സൗണ്ടാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫെഡറൽ ബാങ്ക്, അത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലെയുള്ള ONGC പോലെയുള്ള സ്റ്റോക്കിലേക്ക് ഫോക്കസ് പോകുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. പോർട്ട്ഫോളിയോയിലേക്ക് പുതുതായിട്ട് എന്തെങ്കിലും ചേർക്കേണ്ടതുണ്ടോ? അല്ല, ഇതിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ONGC ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. ടാറ്റ സ്റ്റീൽ ഇപ്പോഴും ഈ റാലിയിൽ, കാരണം അത് ജപ്പാൻ അതുപോലെ ചൈനയുടെയൊക്കെ സ്ലോ ഡൗൺ ആണ് പ്രധാനമായിട്ടും മെറ്റൽ സെക്ടറിനെ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. കുറച്ച് റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപരെ സംബന്ധിച്ച് മെറ്റൽ സെക്ടർ ഒരു ബെറ്റായിരിക്കും. കാരണം ബാങ്കിങ് സെക്ടറിൽ വലിയൊരു റാലി സംഭവിച്ചു. അപ്പോൾ ഇപ്പോഴും 450 റേഞ്ചിലാണ് ടാറ്റ സ്റ്റീൽ മൂവ് ചെയ്യുന്നത്. ONGC 380 ലെവലിൽ അവൈലബിൾ ആണ്. റിലയൻസ് ഇപ്പോഴും 990 ലെവലിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ആ സ്റ്റോക്കിൽ ഒരു 40% എക്സ്പോഷർ ഇപ്പോഴത്തെ രീതിയിൽ അഡ്വൈസബിൾ ആണ്. ഇപ്പോൾ എന്തായാലും അഭിലാഷ്, ഡിസംബർ അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കോടുകൂടി മാർക്കറ്റിൽ വീണ്ടും ഒരു ഷാർപ്പായിട്ടുള്ള കറക്ഷനുള്ള പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം വളരെ നല്ലൊരു റൈഡ് സംഭവിച്ചു. അപ്പോൾ കറക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ലാസ്റ്റ് വീക്ക് 8,200, ലാസ്റ്റ് മന്ത് 8,200 വരെ മാർക്കറ്റ് മൂവ് ചെയ്ത് അഗൈൻ 7,800ലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ എല്ലാ സ്റ്റോക്കും വളരെ ഫെയർ വാല്യൂവിൽ, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ICICI ബാങ്കും ആക്സിസ് ബാങ്കും ഒക്കെ തന്നെ വളരെ ഫെയർ വാല്യൂവിൽ അവൈലബിൾ ആയിരുന്നു. അന്ന് ഇൻവെസ്റ്റേഴ്സ് അത്രത്തോളം ആക്റ്റീവായതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അഗൈൻ ഈ സ്റ്റോക്കിലൊക്കെ തന്നെ ബാങ്കിങ് സെക്ടറിലൊക്കെ തന്നെ കറക്ഷൻ സംഭവിക്കും. ഇപ്പോഴത്തെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്ന സെക്ടർ ഫാർമ IT ആണ്. അത് റുപ്പിയുടെ വീക്ക്നെസ് തന്നെയാണ്. അത് പ്രധാനമായിട്ടും പോസിറ്റീവാണ്. അപ്പോൾ ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച്. അല്ലെങ്കിൽ ട്രേഡിംഗ് ആംഗിളിൽ വിത്ത് സ്റ്റോപ്പ് ലോസോട് കൂടി വേണമെങ്കിൽ ഒരു ബൈ ഇനീഷ്യേറ്റ് ചെയ്യാം. ട്രേഡിംഗ് ആംഗിളിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിലാണെങ്കിൽ ഒരു 30-40% എക്സ്പോഷർ ഇപ്പോൾ അഡ്വൈസബിൾ ആയിട്ടുള്ളൂ. അടുത്ത കത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത ഇമെയിലിലേക്ക് പോകുന്നു. ശ്രീ എബി വർഗീസിൻ്റെ കത്താണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ ONGC, NTPC, ടാറ്റ സ്റ്റീൽ, സെയിൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സുബെക്സ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഒപ്പം തന്നെ 2015 മാർച്ചിലേക്ക് വരെയുള്ള ഹാൻഡ് പിക്ക് ചെയ്യാവുന്ന നല്ല വാല്യൂ സ്റ്റോക്സ് കൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നു. അത് ശുപാർശ ചെയ്യണമെന്നാണ് നിർദ്ദേശം. അഭിലാഷ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് ഇതിലുണ്ട്. ഇതിൽ ONGC 380, 368 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 420 ആണ് സ്റ്റോക്കിൽ. ഒരു റിക്കവറി മാർക്കറ്റിൽ സംഭവിച്ചാൽ 420 ലെവൽ വരെ സ്റ്റോക്ക് മൂവ് ചെയ്യാം. ദെൻ ടാറ്റ സ്റ്റീൽ ആണ് 450 ആൻഡ് 434. ഈ രണ്ട് ലെവൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ടാറ്റ സ്റ്റീൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 500 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ NTPC ഇപ്പോഴും റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. 134 ആൻഡ് 130 ലെവൽ, രണ്ട് ലെവൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റാണ്. ഒരു ലോ ബീറ്റ സ്റ്റോക്കാണ്, ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 165 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. RECL ആണ്, റൂറൽ ഇലക്ട്രിഫിക്കേഷനിലാണ്. ഈ സ്റ്റോക്ക് ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. 310 to 73 ലെവൽ വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 386 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, സെയിൽ റീസെന്റ് ആയിട്ട് ഒരു റാലി സംഭവിച്ചു. അഗൈൻ 79 ആൻഡ് 77 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് അഡ്വൈസബിൾ ആണ്. 90 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 280 to 270 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 324 സ്റ്റേറ്റ് ബാങ്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ സുബെക്സ് ആണ്. ഈ കമ്പനി ലോസിലാണ്, അതുപോലെ ഹ്യൂജ് ഡെറ്റ്. ഒരു IT കമ്പനി ലോസിൽ അതിൽ ഹ്യൂജ് ഡെറ്റ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാൻ സാധിക്കില്ല. തൽക്കാലം ഈ സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. പിന്നെ മാർക്കറ്റിൽ രണ്ട് രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിലും ട്രേഡിംഗ് ആംഗിളിലും മാർക്കറ്റ് മൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു സ്പെക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഈ സ്റ്റോക്കിൽ മൂവ് ചെയ്താൽ ചിലപ്പോൾ ഈ സ്റ്റോക്കും വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാം. അപ്പം ലിക്വിഡിറ്റി വരികയാണെങ്കിൽ ഏത് സ്റ്റോക്കും ഫണ്ടമെന്റൽസിന് അവിടെ ഇമ്പോർട്ടൻസ് വരില്ല. അതുകൊണ്ട് ഒരു സ്റ്റോക്ക് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും
നമ്മൾ മേടിച്ച ഫണ്ടമെന്റൽസ് നോക്കി നമ്മൾ മേടിച്ച സ്റ്റോക്ക് ചിലപ്പോൾ മൂവ് ചെയ്യുന്നത് കാണില്ല. അതേ സമയത്ത് ഒരു ഫണ്ടമെന്റലും ഇല്ലാത്ത നമ്മൾ മേടിക്കാത്ത സ്റ്റോക്ക് വളരെ ഷാർപ്പായിട്ട് മൂവ് ചെയ്യുന്നത് കാണാം. അത് പ്യുവർലി ഒരു ഓപ്പറേറ്റർ ഡ്രിവൺ ആണ്. അത് ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും ഫണ്ടമെന്റൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു സെൽ ഓഫ് വരുമ്പോൾ ഈ സ്റ്റോക്കൊക്കെ തന്നെ വളരെ ഷാർപ്പായി 50-60% സെൽ ഓഫ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഫണ്ടമെന്റൽസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ്. റിട്ടേൺ കുറഞ്ഞാലും ഇത് സേഫ് ആയിരിക്കും. അത് ഈ റാലിയൊക്കെ വരുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഇങ്ങനെയുള്ള സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള മൂവ് സംഭവിക്കും. അത് വളരെ കെയർഫുള്ളായി നമ്മൾ ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൽ സുബെക്സ് ഒക്കെ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കേണ്ട സ്റ്റോക്കാണ്. പക്ഷേ അതിൻ്റെ വാല്യൂ അതുപോലെ തന്നെയാണ്. കാരണം ഇപ്പോഴും അറ്റ്പാർ നിൽക്കുന്ന ഒരു സ്റ്റോക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നവരെ സംബന്ധിച്ച് വേണമെങ്കിൽ ഒരു ബുൾ റൈഡ് വരുമ്പോൾ എല്ലാ സ്റ്റോക്കിലും ആ മൂവ് സംഭവിക്കും. പക്ഷേ ഒരു ഫണ്ടമെന്റൽ ആംഗിൾ സുബെക്സ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കില്ല. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്, ഫണ്ടമെന്റലി സൗണ്ട് ആണ്. അഗൈൻ 26 and 24 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 30 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ശ്രീ രേണുക ഷുഗർ സെക്ടറൊക്കെ തന്നെ പലപ്പോഴും ഗവൺമെൻറ് പോളിസിക്ക് അനുസരിച്ച് മൂവ് ചെയ്യുന്നതാണ്. 16 and 12 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഫണ്ടമെന്റലി അത്ര സൗണ്ട് അല്ല, പക്ഷേ ഈ സ്റ്റോക്ക് ഒരു ട്രേഡിംഗ് ആംഗിൾ വേണമെങ്കിൽ നമ്മൾക്ക് പരിഗണിക്കാം. 24 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സുസ്ലോൺ ആണ്, സെയിം കാറ്റഗറിയാണ് സുബെക്സ് പോലെ തന്നെ. കാരണം ഈ മാർക്കറ്റിൻ്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ സ്റ്റോക്ക് വളരെ ഷാർപ്പായി മൂവ് ചെയ്തു. അന്ന് എല്ലാ അനലിസ്റ്റുകളും എബോവ് 20 സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തു. അതിനുശേഷം ഈ സ്റ്റോക്ക് വളരെ ഷാർപ്പായിട്ട് ഫോൾ സംഭവിച്ചു. റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ വാല്യുവേഷനിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ. റിസ്ക് നിലനിൽക്കുന്നു, റിസ്ക് എടുക്കാൻ സാധിക്കുമെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് 9000 മൂവ് ചെയ്യുകയാണെങ്കിൽ അഗൈൻ ഈ സ്റ്റോക്ക് ഡബിൾ ചെയ്യാനുള്ള പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ചെറിയൊരു % റിസ്ക് എടുത്ത് ഈ സ്റ്റോക്കിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് സുബെക്സ് ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റോക്കും ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. സുബെക്സ് ലോട്ടറി എടുക്കുന്ന പോലെ റിസ്ക് എടുത്ത് മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കാം. അതുപോലെ സുസ്ലോൺ, ഈ രണ്ട് സ്റ്റോക്കും ഫണ്ടമെന്റൽസ് സൗണ്ട് അല്ല, അതേസമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണമെങ്കിൽ പരിഗണിക്കാം. ഡിസംബർ 2 വായ്പാ നയത്തിൻ്റെ അവലോകനം വരുന്നത്. അതിനു മുമ്പ് ഒരാഴ്ച കൂടിയുണ്ട്. ഈ ഒരു വീക്ക് അത്തരം ഏതെങ്കിലും വാർത്തകൾ വിപണിയെ സ്വാധീനിക്കാൻ സാധ്യത എത്രത്തോളം? പ്രധാനമായിട്ടും മേജർ ന്യൂസൊന്നും അഭിലാഷ് വരാനില്ല. നെക്സ്റ്റ് വീക്ക് GDP അങ്ങനെയുള്ള ചെറിയ ന്യൂസുകൾ വരാനിരിക്കുന്നു. അത് മാർക്കറ്റിനെ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രധാനമായിട്ടും റേറ്റ് കട്ട് തന്നെയാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ റേറ്റ് കട്ടും അതിൻ്റെ ആണോ ഈ റൈഡ് എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് കുറച്ചൊരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരുന്നു. മേജർ ഇവൻറ്റ്സ് ഒന്നും വരാനില്ല. പക്ഷേ FIs തന്നെ ആയിരിക്കും അടുത്തൊരു മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യിക്കുന്ന FIs ആണ്. FIസിൻ്റെ ഫ്ലോ വരികയാണെങ്കിൽ വീണ്ടും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മാർക്കറ്റ് മൂവ് നമുക്ക് അടുത്ത ആഴ്ചയും പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഉറപ്പായിട്ടും ഒരു കറക്ഷൻ സംഭവിക്കുന്നത് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു. സ്വർണ്ണത്തിന്റെ വിലയിൽ ഏത് തരത്തിൽ മാറ്റം പ്രതീക്ഷിക്കുക? സ്വർണ്ണം ഓൾറെഡി ഗോൾഡിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സംഭവിച്ചു. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് കുറച്ചുകൂടെ റിക്കവറിക്കുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം സേഫ് ആയിട്ടുള്ളൊരു കമ്മോഡിറ്റി എന്നുള്ള രീതിയിലായിരുന്നു ഗോൾഡിന് നേരത്തെ ഇമ്പോർട്ടൻസ്. ആൻഡ് ഇക്വിറ്റി മാർക്കറ്റ് ടോട്ടൽ എക്കണോമിയൊക്കെ വളരെ മോശമായിരുന്ന സമയത്താണ് ഗോൾഡിലേക്ക് ഷിഫ്റ്റ് പോയത്. അതിൽ നിന്ന് ഇക്വിറ്റി കുറച്ച് പെർഫോം ചെയ്യാൻ തുടങ്ങി. അതാണ് പ്രധാനമായിട്ടും നമ്മളുടെ ഈ ഗോൾഡിന് സംഭവിച്ച ഈ ഒരു വലിയ ഫോൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും ചെറിയ രീതിയിൽ റിക്കവറി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഗോൾഡ് ഒരു വലിയ റിട്ടേൺ, പഴയതുപോലെയുള്ള റിട്ടേൺ നൽകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പോഴും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇൻവെസ്റ്റേഴ്സ് ഇക്വിറ്റിയിലേക്ക് അവരുടെ ഫോക്കസ് കൂട്ടുകയും ഇപ്പോഴത്തെ വാല്യുവേഷനിൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. പക്ഷേ നമ്മൾ ഇതിന് മുമ്പ് കാലങ്ങളിൽ സംഭവിച്ച രീതിയിലുള്ള ഒരു വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഗെയിൻ ഗോൾഡ് തരാനുള്ള സാധ്യത വളരെ കുറവാണ്. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കം അവസാനിക്കുന്നു. വിപണിയെ സംബന്ധിച്ച നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തുടർന്നും അറിയിക്കുക. ഹെഡ് ക്രിയേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ചിനെ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.